ഒന്നാം സമ്മാനം പറയുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഡിജിറ്റൽ പാർട്ട്ണർ മൂവി വേൾഡ് മീഡിയ അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന ചീഫ് എഡിറ്റർ ഹൈദരാലി, ഒപ്പം ശ്രീ വി എസ് കുഞ്ഞിമോൻ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ സെറീനയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. യെസ്, ഇനിയിപ്പോൾ റൈറ്റൽ മിന്നൻ താരത്തിൻ്റെ ആ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ അടിപൊളി മുഹൂർത്തമാണ്. ഒന്നാമത് ആരെത്തി എന്ന് അറിയുവാൻ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ സെറീന മാം പ്ലീസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ആതുര സേവന രംഗത്ത്, വൈദ്യശാസ്ത്ര രംഗത്ത്, അക്യുപഞ്ചർ ചികിത്സയിൽ ഇന്ന് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെന്നല്ല ഏറ്റവും നമ്പർ 1 ആയി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ബാക്ക് ടു ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2 വാക്ക് ഞങ്ങളോടൊന്ന് സംസാരിക്കണം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രൈസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡായിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ വന്നതൊരു 7 o'clock ആയി. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരും വിജയികൾ തന്നെയാണ്. അപ്പോൾ എല്ലാ വിജയിച്ച ആൾക്കാർക്കും ഞാൻ ആശംസ അറിയിക്കുകയാണ്. ഞാൻ ബേസിക്കലി ലക്ഷദ്വീപാണ്. അപ്പോൾ ഞാൻ കുറേ നേരം ഇവിടെ ഇരുന്നപ്പം കുറച്ച് ക്രൂസ് വന്നതിനോട് ചോദിച്ചു ബോറടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ആക്ച്വലി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കേരളത്തിലാണ് കല്യാണം കഴിച്ചത്. കേരളത്തിൻ്റെ നല്ല ഒരു മരുമകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക മിമിക്രി അതുപോലെ കല ഭയങ്കര ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പണ്ട് കല ആസ്വദിക്കാനായിട്ട് ഞങ്ങൾക്ക് ലക്ഷദ്വീപിൽ അത്രമാത്രം ഡെവലപ്ഡ് അല്ലായിരുന്നു. ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് ഈ ഓണത്തിനിടക്ക് പുട്ട് കച്ചവടം, ദേ മാവേലി കൊമ്പത്ത് എന്നൊക്കെ പറഞ്ഞ CD മേടിക്കാനായിട്ട് കേരളത്തിലോട്ട് ലക്ഷദ്വീപിൽ നിന്ന് കപ്പൽ കയറി വന്ന് CD മേടിച്ചുകൊണ്ട് പോയി ആസ്വദിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത്തരം തരത്തിലുള്ള കാര്യങ്ങൾ നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങളുടെ ഈ കല നിങ്ങൾ വിടരുത്. നിങ്ങളാരും തോറ്റിട്ടില്ല, എല്ലാവരും വിജയിച്ച ആൾക്കാർ തന്നെയാണ്. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ, ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നതിൻ്റെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അനുകരിക്കുന്നതെല്ലാം ഒന്നിനൊന്ന് മെച്ചം ഉള്ളതായിരിക്കണം. പിന്നെ ഹാസ്യം പൂർണ്ണമായിരിക്കണം. അത് ഒരു കോമഡിയിലൂടെ അവതരിപ്പിക്കാൻ അത് അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഹാസ്യ അനുകരണ കലയാണ് മിമിക്രി. അപ്പോൾ അനുകരണത്തിൻ്റെ സാധ്യതകളും കൂടി മുന്നിട്ട് നിൽക്കണം. ടോട്ടലി മൊത്തത്തിൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഹൈദരലിയോടാണ് ചോദിക്കാനുള്ളത്. പ്രിയപ്പെട്ട ഹൈദരലി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മത്സരത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ഇത് ഒന്നും പറയാനില്ല കേട്ടോ. ഈ സംഘടനയോട് വലിയ ബിഗ് സല്യൂട്ടാണ് കേട്ടോ. താങ്ക് യു. ബിഗ് സല്യൂട്ട്. ഇത്രയും പേരെ കോർത്തിണക്കി ഒരു മത്സരം. എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് പറയാനില്ല, എനിക്ക് ജഡ്ജസ്മാരോടാണ് ചോദിക്കാനുള്ളത്. പ്രസാദ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെയൊക്കെ മിമിക്രി കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളിത് ജഡ്ജിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒത്തിരി റിസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റും സെക്കൻഡും തേർഡും കണ്ടെത്തണമെങ്കിൽ എങ്ങനെയായിരുന്നു ആ റിസ്ക്? അയ്യോ, വല്ലാത്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ അങ്ങനത്തെ ചോദ്യം ചോദിക്കുള്ളൂ. ഈ റിസ്ക് എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രസാദ് തന്നെ വിശദമായിട്ട് പറയും. അതെ അതെ. ഇത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ 6ാം ക്ലാസ് മുതലാണ് മത്സരത്തിൽ തുടങ്ങിയത്, ഈ മോണാക്ട് മിമിക്രി മത്സരങ്ങൾ. അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും ചങ്കിടിപ്പ് എനിക്ക് ശരിക്കും മനസ്സിലാവും. കാരണം വർഷങ്ങളോളം ഞാൻ ഈ ചങ്കിടിപ്പ് അനുഭവിച്ചതാണ്. ഓരോ പ്രാവശ്യവും പ്രൈസ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് കിട്ടുമോ എന്നിങ്ങനെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു പ്രതീക്ഷ തന്നെയായിരിക്കും പലർക്കും ഉള്ളത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പം ഞാൻ ശരിക്കും ഇവരിലൊരാളാണ്. ഒരുപാട് വർഷങ്ങൾ, 10-20-30 വർഷങ്ങൾ ഇവരിലൊരാളാണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ ഫീലിംഗ് എന്താണെന്ന് മറ്റാരേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും ഈ പ്രത്യേകത പറയുമ്പോൾ ഞാൻ ഒത്തിരി കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയൊരു വ്യക്തിയാണ്. മിമിക്രി വേദിയിലൊക്കെ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയാൽ എനിക്ക് 4-5 സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നുണ്ട് റിപ്പോർട്ടിങ്ങിന്. അവിടെയൊക്കെ കൈക്കൂലി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഏറ്റുപോലും പോയി കണ്ടിട്ടില്ല. അതാണ് നിങ്ങൾ എനിക്ക് കണ്ട ഏറ്റവും വലിയ ഒരു മാന്യത എന്ന് പറയുന്നത്. ബാത്റൂമിൽ പോയി 2 പ്രാവശ്യം ബാത്റൂമിൽ പോയപ്പോൾ നിങ്ങളുടെ പുറകിൽ ആരും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പോകുന്നു, നിങ്ങൾ 3 പേരും തിരിച്ചു വരുന്നു, അവിടെ തന്നെ ഇരിക്കുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചായിരുന്നു? ഭക്ഷണം കഴിച്ചു. അവിടെയും ആരും എത്തിയിട്ടില്ല. കലോത്സവ വേദിയിൽ 10-12 വർഷം റിപ്പോർട്ട് ചെയ്തിട്ട് സംസ്ഥാന സർക്കാരിന് 4 സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു റിപ്പോർട്ടറാണ്. അതെന്താന്ന്, മിമിക്രിയാണ് എൻ്റെ ഏറ്റവും വലിയ കലയെന്ന് ഞാൻ കണ്ട് മാത്രമല്ല
ഇതിനെ കൂടാതെ നമ്മളുടെ ഈ ആളുകൾ ഇത്രയും പേര് നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരും വിലയിരുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രസാദ് അതെ, ആ വിലയിരുത്തൽ പോലും നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. എനിക്ക് ഈ ലക്ഷദ്വീപുകാരോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു ചോദ്യം ചോദിച്ചോ, ഒന്ന് മൈക്ക് കൊടുക്കും. നിങ്ങൾ ലക്ഷദ്വീപ് ഭാഷയിലൊന്ന് സംസാരിക്കുമോ? ആൾക്കാർ വിചാരിക്കും ഞാൻ വല്ല ചീത്ത പറയാണോ എന്നൊക്കെ വിചാരിക്കും. ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങൾ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അത് അതെ അനുഭവിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഒരു സ്നേഹം എന്താന്നൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഉണ്ട്. അപ്പോൾ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു വേർഡ് അല്ല, നമ്മൾ ഇവിടെ പരിപാടിയെ കണ്ടു, എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു? ഞാൻ 18 വർഷമായിട്ട് ഇവിടെ വന്നിട്ട്, പക്ഷെ എന്നാലും എൻ്റെ ബ്രീത്ത് എല്ലാം ഉള്ളത് ലക്ഷദ്വീപിൽ തന്നെയാണ്, അവിടുത്തെ മണ്ണിൽ തന്നെയാണ്. അതുകൊണ്ട് ഭാഷ, ലക്ഷദ്വീപ് ഭാഷ പറയാൻ കിട്ടിയ ഒരു അവസരം ഞാൻ എന്തായാലും പാഴാക്കില്ല. മലയാളം ഇവിടെ വന്ന് പഠിച്ചതാണ്. ഇത്രയും നന്നായിട്ട് ഞാൻ മലയാളം പറയുന്നുണ്ടെന്നാണ് എൻ്റെ നല്ല വിശ്വാസം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് മലയാളം പഠിച്ചതിന് ഒരു ചെറിയൊരു കയ്യടിതാണ്. അപ്പോൾ എന്തായാലും ഭാഷ തുടങ്ങാൻ പോവാണ്. ഏകദേശം ഒരു മലയാളമായിട്ട് മിക്സ്ഡ് ആണ്. മലയാളം, ഹിന്ദി, ഉറുദു, തമിഴ് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഭാഷയാണ്. ഈ മിന്നും താരം പരിപാടി നല്ല ഹരമുണ്ടാണ്. പിന്നെ നല്ലോണം నాకు സന്തോഷം കളിഞ്ഞിന് ഇതെല്ലാം കണ്ട് ചിരിച്ച് నాకు കളി അങ്ങനത്തെ മട്ടായിപ്പാനെ. പിന്നെ ചെല്ലാണെങ്കിൽ ഇതിനോട് പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും തന്നെ നല്ലോണം ചിരിപ്പിക്കാനെല്ലാം ഉള്ള കഴിവുണ്ട്. ഞാൻ നല്ലോണം ചിരിച്ചും ചെയ്തിനെ. എന്നെ ചെല്ലാം ശാലോന്ന് ചെല്ലോ അല്ല ചെല്ലെങ്കിൽ ചെനക്ക് ശാലായി പോവാ അത്ര തന്നെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. നീച്ചിന്റെ ബന്ധക്കുന്ന സെക്കൻഡ് ബന്ധം ചെല്ലാക്കിയ തേടിലുള്ള ബന്ധം. പക്ഷേ ഒരിക്കലും ചേട്ടനെ കണ്ട അങ്ങനെ തോന്നൂല നമുക്ക്. ഇല്ല, നമ്മൾ ആരും തെറ്റിദ്ധരിച്ചിട്ടില്ല. അതെന്താണെന്ന് അറിയണം നമുക്ക്. ഞാൻ ചോദിച്ചത് അതല്ല, ഈ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയ ആൾക്കാരെ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുമോ ഒരു ടൂറായിട്ട്? ഓഫ് കോഴ്സ്, എല്ലാവർക്കും സ്വാഗതം. ഒരു ഉറപ്പ് തരാമോ ഞങ്ങൾക്ക്? ഉറപ്പായിട്ടും. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്ഥാനങ്ങൾ കിട്ടിയവർക്ക് ലക്ഷദ്വീപിൽ പോകാനുള്ള ഒരു അവസരവും കൂടി ഞങ്ങൾ ഒരുക്കുകയാണ്. മാഡത്തിന്റെ സ്പോൺസറിംഗ് ആണ്. അതാണ് ഞാൻ ലക്ഷദ്വീപ് ഭാഷയിൽ ചോദിച്ചത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഹൈദർ സാറ് ഈ ഒരു മൈക്ക് തന്നപ്പോ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും എന്ന് എനിക്ക് അറിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി അനൗൺസ് ചെയ്യാണ്. കാരണം എൻ്റെ ക്ലിനിക്ക് ഉള്ളത് കളമശ്ശേരി, അതുപോലെ തലശ്ശേരി, മാംഗ്ലൂരാണ്. ഇത് ഒരു ഓൾട്ടർനേറ്റീവ് ക്ലിനിക്കാണ്. അത് അക്യുപഞ്ചർ, ഹോമിയോ, ആയുർവേദ അങ്ങനെയുള്ള കുറേ ഓൾട്ടർനേറ്റീവ് സിസ്റ്റമാണ്. കപ്പിംഗ് തെറാപ്പി, മാനുവൽ തെറാപ്പി, കൈറോപ്രാക്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ക്ലിനിക്കിൻ്റെ മോട്ടോ തന്നെ പൈസ ഇല്ലെങ്കിലും ചികിത്സ മുടക്കരുതെന്നാണ്. ഞാനത് എല്ലാ പബ്ലിക്കിലും പറയുന്ന കാര്യമാണ്. കാരണം പൈസക്കാർ മാത്രം ഹെൽത്തി ആയിട്ടിരുന്നാൽ മതി എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. പാവപ്പെട്ടവർക്കും ആരോഗ്യം വേണം. അപ്പം അതുകൊണ്ട് ആ ഒരു മോട്ടോ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. എൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് എൻ്റെ ടീം വർക്ക്സ് ഇവിടെ ഉണ്ട്. കുറച്ചൊന്ന് എണീറ്റിക്കാവോ? തീർച്ചയായിട്ടും ഒന്ന് എഴുന്നേറ്റ് കാണട്ടെ. കുറച്ച് പേരാണ് വന്നിട്ടുള്ളൂ. എന്തായാലും ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ കാരണം എൻ്റെ ഹസ്ബൻഡും അതുപോലെയുള്ള ഈ ടീം വർക്ക്സ് ആണ്. സഹീർ സാറ്, അതുപോലെ തന്നെ അമീർ, ഷബീദ് എല്ലാവരും ഉണ്ട്, സഫ്രി. കേരളത്തിലെ ഏറ്റവും നല്ല മരുമോളെന്നാ പറഞ്ഞിട്ടുണ്ട്. അമ്മായിയമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കാണാമായിരുന്നു. അമ്മായിയമ്മ ഒരു കുഴപ്പമില്ല, ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾ ഉള്ളത്. ഒത്തിരി സന്തോഷം. ഒരു കാര്യം കൂടെ പറയട്ടെ. എന്തായാലും ഞങ്ങളെ മൂവി വേൾഡ് മീഡിയയുടെ MD ഇവിടെ ഇല്ല, ദുബായിലാണ്. തലവൻ സിനിമയുടെ പ്രൊമോഷൻ ദുബായിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പരിപാടി ഉള്ളതുകൊണ്ട് ഞാനും ജീമും പോയിട്ടില്ല. അവിടെ തലവൻ സിനിമയുടെ പ്രൊമോഷൻ നാളെയും മറ്റന്നാളും ദുബായിൽ നടത്തും. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും വ്യാപിച്ച് കിടക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് മൂവി വേൾഡ് മീഡിയ എന്ന് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്.